ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണുർ ഗുരുദേവോ മഹേശ്വരക ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരർവേ നമോ. നമസ്കാരം. ഹൈടാപ്പ് ഹാപ്പിനെസ് പ്രോഗ്രാമിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ അപ്ഡേറ്റ് കോഴിക്കോട് ചക്കങ്കടവ് തീരദേശ പ്രദേശത്തിലാണ് കുറുമ്പ ഭഗവതി ആര്യസമാജം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവകാശിൻ്റെ ഗ്രഹത്തിൽ വച്ചുകൊണ്ടാണ് ഇന്നത്തെ അപ്ഡേറ്റ്. ഇന്ന് ഇവിടെ ഒരു പൂജാകർമ്മം ഉള്ളതുകൊണ്ട് ഈ ലൊക്കേഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വിഷയം പൂരോരട്ടാതി നക്ഷത്രം. സൂര്യസ്ഫുടം കേതുസ്ഫുടം ഗണിച്ചിട്ടാണ് വിഷുവിൻ്റെ യോഗസ്ഫുടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്ഫുടഗണിതത്തിൽ ഇന്നത്തെ ആരൂഢം ചിന്തിക്കുമ്പോൾ വന്നത് മകരൻ രാശിയാണ്. മകരമാണ് ഈ നക്ഷത്രക്കാർക്ക് 2019 2020 ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് വളരെ അധികം സ്നേഹത്തോടുകൂടി ആ ബ്രഹ്മദേവനെയും സകല ദേവന്മാരെയും മനസ്സിൽ ഉപാസിച്ചു കൊണ്ട് കിട്ടിയതാണ് മകരം. ഇതാണ് പൂരോരട്ടാതി നക്ഷത്രക്കാർക്ക് വന്ന ആരൂഢ ഫലം. നമുക്ക് ചിന്തിക്കാം. മകരൻ രാശിക്ക് 12-ലാണ് വ്യാഴം വന്നിരിക്കുന്നത്. ഈ 12-ൽ വ്യാഴം വന്നാൽ എത്ര ഗുണങ്ങൾ ചെയ്താലും അത് ദോഷഫലങ്ങളായി അനുഭവത്തിലേക്ക് വരും. പറയാൻ കാരണം നിങ്ങൾ ഉള്ളിരിക്കുന്ന മൈൻഡ് പൂർവികമാണ്. അതിന് 90% സൈബിൾസുകൾ. അതുകൊണ്ടാണ് ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് 100 അനുഭവങ്ങൾ പറയും ഈ മനസ്സിങ്ങനെ മാറാൻ. ഒരുപാട് കഥകൾ പറയും, ഒരുപാട് അനുഭവങ്ങൾ പറയും, ഒരുപാട് പ്രയാസങ്ങൾ പറയും. ഞാൻ എന്തിനാ ഇങ്ങനെയായിപ്പോയി, ഒരുപാട് സിദ്ധാന്തങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ തിരക്കഥ എഴുതി വെച്ചിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ PCF ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പ്രൈമറി കോൺഷ്യസ് ഫാക്ടർ. അച്ഛൻ്റെ ശുക്ലത്തിൻ്റെ സ്പേം അണു ഏതെങ്കിലും ഒരു സ്പേം അമ്മേൻ്റെ എഗ്ഗുമായി ആവുമ്പോൾ അപ്പോഴേ ഈ സൈബിൾസുകളൊക്കെ കൈമാറപ്പെടാണ്. ആ കൈമാറുന്ന സൈബിൾസുകൾ അനുസരിച്ചിട്ട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ലിങ്ക് അതിനെ കറക്റ്റായാൽ അത് അനുഭവങ്ങളായി മാറും. പക്ഷെ നിങ്ങളുടെ മസ്തിഷ്കത്തിന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട് എന്ന് അറിയാത്തത് കൊണ്ട് ആപേക്ഷിക സിദ്ധാന്തമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ്, ഞാനാണ് ചെയ്തു കൂട്ടിയത് എന്ന് തോന്നും. ഞാൻ അതുക്കും മേലെ എന്ന രീതിയിലാണ് അതിൻ്റെ കോഡുകളെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതം വൻ വിജയമായിരിക്കും. യാതൊരു സംശയങ്ങളും ഒന്നും ഇല്ല. നമുക്ക് ഇനി ചിന്തിക്കാം. ഇതിൽ വ്യാഴൻ 3-ാം ഭവാധിപതിയായിരിക്കുന്ന വ്യാഴൻ ദുരിതസ്ഥാനത്തിൽ. ഇവിടെ വ്യാഴൻ എന്ന് പറയുന്നത് നിങ്ങൾ തലയ്ക്ക് മുകളിൽ ചുറ്റിക്കൊടുക്കുന്ന ഒരു സോയിൽ കേക്ക്, മണ്ണാങ്കട്ടിയല്ല. പരങ്കരം ഗ്രഹങ്ങൾ മനുഷ്യനെ ഒരിക്കലും സ്വാധീനിക്കില്ല. അതുകൊണ്ടാണ് അതിനെ ഗ്രഹം എന്ന് പേരിട്ടത്. അത് തമ്മിൽ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലാതെ കണ്ട് നിങ്ങൾ DNA ആയിട്ട് ഈ ഗ്രഹങ്ങൾക്ക് ഒരു ബന്ധങ്ങളില്ല. മറിച്ച് സൂര്യൻ മാത്രമേ ഉള്ളൂ. അതിനുള്ളിരിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയർ സൈബിൾസുകളും നിങ്ങളുടെ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ പൂർവികർ അതിന് 10 ഗുണം 10 ഗുണം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ അച്ഛനക്ക് പ്രമേഹമുണ്ടോ, അമ്മയ്ക്ക് പ്രമേഹമുണ്ടോ, അച്ഛനക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുക. മറിച്ച് ശനിക്ക് പ്രമേഹമുണ്ടോ, വ്യാഴത്തിന് പ്രമേഹമുണ്ടോ, ശുക്രനക്ക് പ്രമേഹമുണ്ടെന്നോ ഒരിക്കലും ഒരു വൈദ്യൻ വരുന്ന രോഗിയോട് ചോദിക്കില്ല. എന്തുകൊണ്ടാണ്? ഗ്രഹങ്ങൾ നിങ്ങളുടെ DNA ഡീഓക്സി ന്യൂക്ലിക് ആസിഡ് എന്ന ഒരു ബോണ്ടിങ് സിസ്റ്റത്തിനെ ഈ ഗ്രഹങ്ങൾ ഒരിക്കലും സ്വാധീനിക്കുന്നില്ല. പറയാൻ കാരണം തിരുവാതിര നക്ഷത്രക്കാർ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, തിരുമേനി ആ തിരുവാതിര നക്ഷത്രം എങ്ങനെ ഉണ്ടാവും? ഒരിക്കലും അങ്ങനെ ഇല്ല. പറയാൻ കാരണം എന്താ? എത്രയോ കോടി കിലോമീറ്റർ അപ്പുറത്താണ് ഈ തിരുവാതിര നക്ഷത്രം ഉള്ളത്. അതിന് തിരുവാതിര നക്ഷത്രം
അവിടെ നിന്ന് അതിന് കോസ്മിക് പെനട്രേഷൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു ഉറുമ്പിനെ വരെ അത് സ്വാധീനിക്കാൻ കഴിയില്ല. ഏകദേശം പുറപ്പെടുന്ന സ്ഥലത്തിൽ അതിനൊരു 12,000 ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ ഭൂമിക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു 60 ഫ്രീക്വൻസി ആയിരിക്കും. ഈ 60 ഫ്രീക്വൻസി ഒന്നും നിങ്ങൾ ചെയ്യാൻ പറ്റില്ല. വീട്ടിലെ CFLന്റെ ഫ്രീക്വൻസി പോലും ഇല്ല. നക്ഷത്രങ്ങൾ നിങ്ങളുടെ ഫ്രീക്വൻസി വരാൻ, ഈ നക്ഷത്രങ്ങൾ വെച്ചിട്ട് വേലിയിറക്കം, കാലാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂർവികർ ഇതിനെ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കാലഘട്ടങ്ങളിൽ രാജാക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചില സൂത്രപണികൾ ചെയ്തിട്ടാണ് ഈ ചില ആൾക്കാരുകൾ രാജാവ് പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. പിന്നീട് കാലഘട്ടത്തിൽ ആൾക്കാർ ഈ നക്ഷത്രം കൊണ്ട് എനിക്ക് എന്താ ഫലം, നിനക്ക് ഉണക്കെന്താ ഫലം, ആ ഫലത്തിൻ്റെ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായി. അത് എങ്ങനെ ഉണ്ടായി പറഞ്ഞാൽ ഒരു അടി, ഒരു കച്ചറ, ഒരു സ്നേഹം, അടിപിടി, സാമ്പത്തികം, ഈ നടുക്കളാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നുകൊണ്ടിരിക്കും. ആ രീതിയിൽ പ്രശ്നം വെച്ച് പറയുമ്പോൾ ഈ പറയുന്ന ബർൺ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ഫലങ്ങളാണ് നിങ്ങളെ ബാധിക്കുക. അതുകൊണ്ട് നക്ഷത്രങ്ങളല്ല, മറിച്ച് പൂർവികമായുള്ള ദോഷങ്ങളാണ് ഒരു വ്യക്തിനെ സ്വാധീനിക്കുന്നത്. ആ രീതിയിലാണ് ആര്യഭടൻ ബീജസ്ഫുടം എന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചത്. ആ ബീജസ്ഫുടത്തിനെ വസ്തുനിഷ്ഠമായി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ചെയ്ത് ഒരു വ്യക്തി സ്വാധീനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നാടും അവൻ്റെ കുടുംബവും സ്വന്തം നിലയ്ക്ക് അവനും ജീവിതത്തിൽ ഉയർച്ചൻ്റെ അങ്ങേയപ്പുറം എത്താൻ പറ്റുന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. ഇവിടെ മൂന്നാമത്തെ കോഡ് എന്ന് പറയുന്നത് ഈ രാശിക്കാർക്ക് വന്ന് മകരമാണ്. വ്യാഴൻ പിളച്ചിട്ടാണ് നിൽക്കുന്നത്. വ്യാഴൻ പിളയ്ക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് ഓപ്പോസിറ്റുകളായി മാറും. അതുകൊണ്ട് നിങ്ങൾ വളരെ കരുതലോടുകൂടി ഓരോ വ്യക്തികളിലും പൾസുകളെ മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാൻ. അവിടെ സ്ട്രേറ്റ് ഫോർവേഡ് സത്യസന്ധത വില ഇല്ലാത്തായി പോവും. മനസ്സിലാക്കുക. ഇവിടെ 3ലാണ് ബുധൻ നിൽക്കുന്നത്. ബുധൻ 6ാം ഭാവാധിപതിയും ബുധൻ ഭാഗ്യാധിപതിയും. വ്യാഴൻ 12ാം ഭാവത്തിൽ വന്നതുകൊണ്ട് 12 നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ടാണ് 9ാം ഭാവം. ഇനി ഇൻഫർമേഷൻ കോഡ് നിങ്ങൾ പിതാവാണ്. പിതാവുമായിട്ട് സ്വത്ത് തർക്കങ്ങളിൽ വരാനും, പിതാവുമായിട്ട് അടിപിടി കച്ചറകളിൽ വരാനും, പിതാവുമായി യുദ്ധമുണ്ടാവാനും സാധ്യതകളുണ്ട്. അതിന് തോട്ട്സ് ഓഫ് കോഡ്, ഡോക്ട്രിൻ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ യുദ്ധമാണ് ധനു. ആ ധനുരാശിലിരിക്കുന്ന വ്യാഴൻ അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കോഡ് ബുധനക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. അതുകൊണ്ട് പിതാവുമായിട്ടുള്ള കച്ചറകൾ ഉണ്ടാവാൻ ഈ നക്ഷത്രക്കാർക്ക് 2019 20 സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം മനസ്സിലാക്കി പ്രവർത്തിക്കണം. പിതാവുമായിട്ട് കച്ചറ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറയും പിതാവിൻ്റെ ഭാഗത്താണ് തെറ്റുള്ളത്, എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന രീതിയിൽ നിങ്ങൾ പിതാവിനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവിടെ നിങ്ങൾ ബാധിക്കുന്നത് നിങ്ങളുടെ മസ്തിഷ്കമാണ്. ഈ മസ്തിഷ്കം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സാധന. നിങ്ങൾ എന്താണ് ചെയ്യണത്, മസ്തിഷ്കം അത് അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യും. ആ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മക്കളിലേക്ക് കൈമാറും. മക്കളിലേക്ക് കൈമാറുമ്പോൾ നാളെ ഇതേ അവസ്ഥ മക്കൾ നിങ്ങളോട് കാണിക്കും. അതുകൊണ്ടാണ് ഈ പൈതൃക ദോഷം എന്ന രീതിയിലാണ് ജ്യോതിഷത്തിനെ നമ്മൾ പൂർവിക ആചാര്യന്മാരെ ഓരോ വംശം വൃത്തിയാകാനും അതിനെ സാംസ്കാരികപരമായി നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്ന രീതിയിലാണ് നമ്മളെ സന്യാസി വര്യന്മാർ ബീജഗണിതം എന്ന രീതിയിൽ ഈ ഒരു വ്യവസ്ഥയെ ഉണ്ടാക്കി വെച്ചിട്ട്. പക്ഷേ ഈ ജ്യോതിഷന്മാരെല്ലാം ഇതിനെ വേറെ രീതിയിൽ കണ്ടെത്തി ജനങ്ങളെ ചൂഷണം എന്ന രീതിയിലാണ് ഇന്നത്തെ കേരളത്തിൽ ജ്യോതിഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈടെക് ഹാപ്പിനെസ് എന്ന പ്രവർത്തി നിങ്ങൾ മുന്നിൽ ശാസ്ത്രീയമായി കാഴ്ചവെക്കാൻ ഒരു കാരണം ഈ ശാസ്ത്രം എന്നേക്കുമായി കേരളത്തിൽ വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ് ജ്യോതിഷ ഗണിതം എന്ന രീതിയിൽ ഈ അനുഭവങ്ങളെ ഞാൻ ശാസ്ത്രീയമായി നിങ്ങൾ മുന്നിൽ കൊണ്ടുവരുന്നത്. 5ാം ഭാവത്തിലാണ് ചൊവ്വ. ഈ ചൊവ്വ 11ാം ഭാവാധിപതിയാണ്. 11ാം ഭാവാധിപതി ചൊവ്വ വച്ചരാശിയിൽ ഗുളിക യോഗം ഉള്ളതുകൊണ്ട് സ്വത്ത് സംബന്ധമായ തർക്കങ്ങളോ സഹോദരമായുള്ള തർക്കങ്ങളോ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സഹോദരന്മാരിലെ പൾസും കെമിസ്ട്രിയും പഠിച്ചുകൊണ്ട് വളരെ ഫ്ലെക്സിബിളായി നീങ്ങണം. ഇല്ലെങ്കിൽ ഒരുപാട് മാനസിക പിരിമുറുക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ 10ാം ഭാവമാണ് വിദേശ രാശി. വിദേശത്തുള്ള പ്രവാസികൾ. ആ രാശിയിൽ നിന്ന് 3ൽ വ്യാഴനാണ്. തടസ്സങ്ങൾ ഉണ്ടാവാനും സാധ്യതകളുണ്ട്. അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനുകളും മറ്റുള്ള പകർത്തി കർമ്മത്തിൽ ക്ഷീണം ഉണ്ടാക്കാനും സാധ്യതകളുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ് പ്രവാസികൾ. അതുപോലെ രാഷ്ട്രീയത്തിലുള്ളവർക്ക് വന്നത് ബുധനാണ്. ഈ 9ാം ഭാവാധിപതി ഇരിക്കുന്ന ബുധനാണ് രാഷ്ട്രീയം. 9ാം ഭാവാധിപതി ഇരിക്കുന്ന ബുധൻ ഇവിടെ നീചസ്ഥനായി മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. ആ ഭാവാധിപതി ഏത് രാശിയിലാണ് നിൽക്കുന്നതോ ആ ഭാവാധിപതി 12ാം ഭാവത്തിൽ പോകുമ്പോൾ ബലഹീനനായി മാറുന്നത്.
രാഷ്ട്രീയത്തിലുള്ളവർക്ക് സ്ത്രീ വിഷയത്തിലോ സാമ്പത്തികപരമായ വിഷയങ്ങളിലോ അഴിമതി കേസുകളിൽ കുടുങ്ങാനും ജയിൽവാസം അനുഭവിക്കാനും സാധ്യതകളുണ്ട്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. പറയാൻ കാരണം എത്ര ഗുണങ്ങൾ ചെയ്തെങ്കിലും ഒരു ദിവസം ആരെങ്കിലും കണ്ടെത്തിയാൽ നിങ്ങൾ ചെയ്ത ഗുണങ്ങൾ മുഴുവൻ ഇല്ലാതായി പോകും. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടിൽ ശുക്രൻ ഉള്ളത് കൊണ്ട് ഈ ശുക്രൻ ആ ഭാവാധിപതി ശനി ദുരിതത്തിലാണ്. അതുപോലെ കഞ്ചാവ്, പെൺവാണിഭം ഈ വിഷയങ്ങളിൽ ചെന്നുപെട്ട് പോലീസോ കോടതി കേസുകളോ ഉണ്ടാവാനും സാധ്യതകൾ ഒക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ 12 നിൽക്കുന്ന വ്യാഴൻ അനിഷ്ടപ്രദമാണ്. ഇവിടെ ഈ വ്യാഴൻ വന്നതുകൊണ്ടല്ല അനിഷ്ടം, നിങ്ങളുടെ സബ്ജക്റ്റ് കോഡുകൾ നിങ്ങൾ ബോധത്തിലേക്ക് വരുമ്പോൾ ഈ കോഡുകളൊക്കെ താറുമാറായി ഇൻഫ്ലുവൻസ് കുറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഫലം വേറും നിങ്ങൾ എല്ലാ നക്ഷത്രക്കാർക്കും ഇത് ഉണ്ടാവും, നിങ്ങൾ പേടിക്കേണ്ട. പറയാൻ കാരണം ഈ പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാവും. തിരുമേനി പറഞ്ഞതുപോലെ ആവോന്ന് നിങ്ങൾ ബേജാറാവേണ്ട. പറയാൻ കാരണം ഒരു 100 പൂരോട്ടാതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ 2 പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് ഈ അനുഭവം മനസ്സിലുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരുത്തിച്ചാൽ മതി. അതാണ്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ് എനിക്ക് 1000 കണക്കിന് യുവാക്കൾ വേണ്ട, 100 യുവാക്കൾ അത് ചൊണക്കുട്ടികളായിരിക്കാൽ ഭാരതത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുവരും എന്ന രീതിയിൽ പറഞ്ഞത് ആ അടിസ്ഥാനത്തിലായിരിക്കും. ഈ പറഞ്ഞ ദിവസം എല്ലാ പൂരോട്ടാതി നക്ഷത്രക്കാർക്കല്ല, ഈ അനുഭവമുള്ള പൂരോട്ടാതി നക്ഷത്രക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ 2019 20 ഐശ്വര്യപ്രദമായി ആക്കാൻ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പരിഹാരം എന്ന നിലയ്ക്ക് ചിന്തിക്കാം. 12 കേതുവും ശനിയും വന്നതുകൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് നിങ്ങൾ ദാനം ചെയ്യുന്നത് നന്നായിരിക്കും. മുല്ലേ മുള്ളാൽ എടുക്കണമെന്ന് അഗസ്ത്യൻ മഹർഷി പറഞ്ഞതുപോലെ തന്നെ വളരെ പാവപ്പെട്ട രോഗികൾ നിങ്ങൾ നാട്ടിൽ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാവാം. ആ മെഡിക്കൽ കോളേജിൽ വളരെ മരുന്ന് ഔഷധമില്ലാതെ ചികിത്സിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവാം. അവരെ നിങ്ങൾ കണ്ടെത്തി ശനിയാഴ്ച ദിവസം തന്നെ വേണം. അതിന് എന്താണ് കഥയിൽ ചോദ്യമില്ല. ഞാൻ പിന്നീട് പറഞ്ഞ അപ്ഡേറ്റുകൾ മൈട്രോകോൺട്രിയ ഈവ് എന്നൊരു ജെനറ്റിക്സ് അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റും അതുപോലെ മുന്നുൾ പിന്നുൾ എന്നൊരു അഗസ്ത്യൻ്റെ മുനിൻ്റെ ഗ്രന്ഥമുണ്ട്. ആ രണ്ടും കൂടി ജെനറ്റിക്സിൽ കോഡ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ കൾച്ചർ ചെയ്ത കാര്യങ്ങൾ ജീൻ്റെ അപ്ഡേറ്റുകളിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ശനിയാഴ്ച എന്ന് പറയാൻ കാരണം ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ നക്ഷത്രക്കാർ നിങ്ങൾ തൊട്ടടുത്തുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പാവപ്പെട്ടവர்கள் അതുപോലെ മെഡിക്കൽ കോളേജ് എന്ന ഭാഗത്തിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ഉള്ളവർ പാവപ്പെട്ട രോഗികൾക്ക് ചെന്ന് അവർക്കുള്ള എന്താണ് മരുന്നുകൾ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അതുപോലെ അതിൻ്റെ പുണ്യം പല മടങ്ങ് നിങ്ങൾക്ക് വർദ്ധിക്കും. ഈ പറഞ്ഞ ദോഷങ്ങൾ ഇല്ലാതാവുകയും വളരെ ഗുണപ്രദങ്ങളായിരിക്കും. എല്ലാവരും മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. ചുരുക്കി പറഞ്ഞാൽ 12 വ്യാഴൻ ധർമ്മസങ്കടത്തിൻ്റെ ആഴ്ചയാവാനാണ് കൂടുതൽ സാധ്യത. ഈ പറഞ്ഞ പരിഹാരം ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ വരും. എല്ലാ പൂരട്ടാതി നക്ഷത്രക്കാരല്ല, ഈ പറഞ്ഞ അനുഭവം ഏത് പൂരട്ടാതി നക്ഷത്രക്കാരൻ്റെ തലച്ചോറിലാണ് ഈ സൈബിൾസുകളുണ്ടോ അവൻ മാത്രം പോയി ആത്മാർത്ഥമായി ഇത് ചെയ്ത് ദോഷങ്ങളെ തീർക്കുന്നതാണ് വളരെ ഉത്തമം. മേലും എല്ലാ ദിവസങ്ങളും രാവിലെ 5:30 മണിക്ക് മാങ്കാവ് വേട്ടയ്ക്കൂർ മകൻ ക്ഷേത്രത്തിൽ ഓഫീസിൽ വെച്ചിട്ടുകൊണ്ട് ലൈവ് പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് സയൻസികമായിട്ടാണ് പറയുക. 5 മിനിറ്റ് കുറഞ്ഞ് പറഞ്ഞ ലോജിക് ഇയാൾ ചിലപ്പോൾ സയൻസ് പറയണം, ചിലപ്പോൾ ഇങ്ങനെ പറയണം, തെറ്റിദ്ധരിക്കരുത്. 5 മിനിറ്റുകളിൽ സയൻസിനെ എനിക്ക് വിശകലനം ചെയ്യാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്കൊരു മാനസികപരമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമുണ്ട്.